കേസിൽ കുടുങ്ങിയ മകളെ വെള്ളപൂശാൻ ഓടി നടക്കുകയാണ് പിണറായിയും പാർട്ടിയും. മോദി വിരോധവുമായി ഇറങ്ങിത്തിരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ എല്ലാ ചുവടുകളും പിഴയ്ക്കുന്നു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന്റെ നിഴലിൽ മകൾ വീണ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നാടകമാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും കേന്ദ്രം കേരളത്തിന് നൽകാതിരുന്നിട്ടില്ല. കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങുകയും അതുപോരാഞ്ഞ് കടമെടുത്തും ദൂർത്തടിക്കുകയും വകമാറ്റുകയും ചെയ്ത ശേഷം കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന മുറവിളി കൂട്ടുകയാണ്. അടിസ്ഥാന പ്രശ്നങ്ങളായ വിലക്കയറ്റം, സപ്ലൈകോയിലെ വിഷയങ്ങൾ, ക്ഷേമ പെൻഷൻ എന്നിവയിൽ ഒന്നും ഇടപെടാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-ന് മുന്നിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല. കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്കായി നൽകിയ പണം വകമാറ്റി ചിലവഴിച്ചും പദ്ധതികൾ നടപ്പാക്കാതെയും സംസ്ഥാനത്തെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. കേന്ദ്രം ഫണ്ട് അനുവദിച്ച പല പദ്ധതികളും LDF-ന്റെ പേരിൽ അവതരിപ്പിച്ച് നാട്ടുകാരെ പറ്റിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ട് കേന്ദ്രത്തോട് നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും നാഴികയ്ക്ക് 40 വട്ടവും കുറ്റപ്പെടുത്താമോ? ഡൽഹി സമരം പിണറായി വിജയന്റെ വ്യക്തിപരമായ അജണ്ട കൂടിയാണ്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയെ മറയാക്കി ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മകൾ മാസപ്പടി കൈപ്പറ്റിയെന്ന കേസിൽ കൈപൊള്ളിയിരിക്കുകയാണ്. പിണറായിയുടെ മുഖ്യമന്ത്രി പദവി നിയമവിരുദ്ധമായി ഉപയോഗിച്ചാണ് മകൾ ഈ അഴിമതി നടത്തിയതെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണയെ താമസിയാതെ ചോദ്യം ചെയ്തേക്കും. അങ്ങനെയെങ്കിൽ പല ഇടപാടുകളുടെയും ചുരുളഴിയും. തന്റെ കൈകൾ ശുദ്ധമാണെന്ന് മടിയിൽ കലമുള്ളവരെ വഴിയിൽ ഭയമുള്ളൂ എന്ന് പിണറായി വിജയൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മകളുടെ അഴിമതി വ്യക്തമാണ്. കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ അവർക്ക് ഹാജരാവേണ്ടി വരും. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മകളെ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ചെപ്പടി വിധിയാണ് ഡൽഹിയിൽ നടന്നത്. താൻ ഒറ്റയ്ക്കല്ലെന്നും മറ്റു ചിലർ ഒപ്പമുണ്ടെന്നും കാണിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു. മകൾക്കെതിരായുള്ള അന്വേഷണം താമസിയാതെ പിണറായിലേക്ക് എത്തും. അതിനു മുൻപ് എല്ലാ കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് വരുത്തി തീർക്കുക കൂടിയാണ് ലക്ഷ്യം. അതിനിടയിൽ കയ്യിന്ന് പോയെന്ന് മനസ്സിലായപ്പോൾ വീണയുടെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും നാളെ രാവിലെ 10:30 ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ചിലായിരിക്കും ഹർജി പരിഗണിക്കുക. SFI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിന് പുറമെയാണ് റദ്ദാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിട്ടുണ്ട്. കരിമണൽ കമ്പനിയായ CMRലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിരിക്കുന്നത്. നേരത്തെ CMRലും KSIDCയിൽ നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ സേവനം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടതെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത്. എക്സാലോജിക്കിന്റെ ഹർജി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയം SFIO നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു. ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ROCയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ എക്സാലോജിക് മൗനത്തിലായിരുന്നു. 2022 നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കെയാണ് എക്സാലോജിക്കിന്റെ ഹർജി. ഏതായാലും ഇന്ന് വീണയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും കോടതിയിൽ നിന്നുള്ള തീരുമാനം എന്താണെന്ന് അറിയും. അതിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. അതിനുശേഷമായിരിക്കും അന്വേഷണ ഏജൻസികളും അടുത്ത തീരുമാനമെടുക്കുന്നത്.